ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു യുവർ ന്യൂ ക്ലാസ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ചാപ്റ്റർ 4 ആണ് ക്യാപിറ്റൽ സ്ട്രക്ചർ. അപ്പോൾ ഇതിൽ നമ്മൾ ആദ്യം പഠിക്കുന്ന ഒരു കാര്യം എന്താണ് ക്യാപിറ്റൽ സ്ട്രക്ചർ എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമുക്ക് എന്താ, ഇറ്റ് ഈസ് ദ മിക്സ് ഓഫ് ഡെപ്റ്റ് ആൻഡ് ഇക്വിറ്റി വിച്ച് എ കമ്പനി യൂസസ് ടു ഫിനാൻസ് ഇറ്റ്സ് ലോങ് ടേം ഓപ്പറേഷൻസ്. ഒരു കമ്പനിക്ക് ദീർഘകാല അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ അതിൻ്റെ പ്രവർത്തനം നടത്തുന്നതിന് വേണ്ടിയിട്ട് ഫിനാൻസിനെ യൂസ് ചെയ്യുന്ന മെത്തേഡ്, അതിൽ എത്രത്തോളം ഡെപ്റ്റും എത്രത്തോളം ഇക്വിറ്റിയും മിക്സ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതിനെയാണ് ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ക്യാപിറ്റൽ സ്ട്രക്ചറിൽ പ്രധാനമായിട്ടും നമുക്ക് നോക്കാം, ഇപ്പോൾ ഈ ഡെപ്റ്റും ഇക്വിറ്റി, അപ്പോൾ നമുക്ക് പറയാനുള്ളത് ഇറ്റ് ഈസ് ദ മിക്സ് ഓഫ് ഡെപ്റ്റ് ആൻഡ് ഇക്വിറ്റി. ഒരു ബിസിനസ്സിന്റെ പ്രവർത്തനം നടത്തുന്നതിന്റെ ഭാഗമായിട്ട് നമ്മൾ ഫണ്ട് റേസ് ചെയ്യുക അല്ലെങ്കിൽ ഫിനാൻസ് യൂസ് ചെയ്യുക അല്ലെങ്കിൽ റേസ് ചെയ്യുന്നത് നമ്മൾ ഡെപ്റ്റും ഇക്വിറ്റിയും ഉപയോഗിച്ചു കൊണ്ടാണെങ്കിൽ അതാണ് നമ്മുടെ ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇതിൽ ഡെപ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? കമ്പനിയുടെ ലോങ് ടേം ബോറോയിങ്സ്, അതായത് ദീർഘകാലത്തേക്ക് നമ്മൾ കടം വാങ്ങുന്നതാണ് എന്ത് ഡെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇക്വിറ്റി ക്യാപിറ്റൽ പറഞ്ഞാൽ ലോങ് ടേം ഫണ്ട്സ് ആണ്, അതായത് നമ്മുടെ കമ്പനിയുടെ ഓണേഴ്സ് ആ ഒരു സ്ഥാപനത്തിലേക്ക് വേണ്ടി ലോങ് ടേമിലേക്ക് ഫണ്ട് പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഇക്വിറ്റി. കടം കുറേ വർഷത്തിൽ വാങ്ങുമ്പോഴാണ് അത് ഡെപ്റ്റ് ആയിട്ട് മാറുന്നത്. അപ്പോൾ ഈ പൈസ കിട്ടുന്നതും കൊടുക്കുന്നതും തമ്മിലുള്ള ആ ഒരു മിക്സ് എത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതായത് ദാറ്റ് ഈസ് ക്യാപിറ്റൽ കളക്റ്റഡ് ത്രൂ ദ ഇഷ്യൂ ഓഫ് ഷെയർസ്. ഷെയർ ഇഷ്യൂ ചെയ്തുകൊണ്ട് നമ്മൾ ക്യാപിറ്റൽ കളക്ട് ചെയ്യാം. അപ്പോൾ ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇറ്റ് ഈസ് ദ കോമ്പിനേഷൻ ഓഫ് ഡിഫറെൻറ്റ് സോഴ്സസ് ഓഫ് ക്യാപിറ്റൽ യൂസ്ഡ് ബൈ ആൻ ഓർഗനൈസേഷൻ ടു ഫിനാൻസ് ഇറ്റ് ആക്ടിവിറ്റീസ്. ഓരോ സ്ഥാപനത്തിലും അതിൻ്റെ ആക്ടിവിറ്റികൾ നടത്തിക്കൊണ്ട് പോകുന്നതിൻ്റെ ഭാഗമായിട്ട് ഫിനാൻസ് ഏതൊക്കെ സോഴ്സിൽ നിന്ന് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്, സോഴ്സിൽ നിന്നാണ്, ഏതെങ്കിലും സോഴ്സിൽ നിന്നാണ് നമ്മളത് റേസ് ചെയ്തിരിക്കുന്നതെങ്കിൽ ആ സോഴ്സുകളുടെ കോമ്പിനേഷനെ തന്നെയാണ് ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ഒരു ഡെഫിനേഷൻ എന്തായാലും പഠിച്ചു വയ്ക്കാം. ദ ടേം ക്യാപിറ്റൽ സ്ട്രക്ചർ ഈസ് ഫ്രീക്വൻ്റ്ലി യൂസ് ടു ഇൻഡിക്കേറ്റ് ദ ലോങ് ടേം സോഴ്സസ് ഓഫ് ഫണ്ട്സ് എംപ്ലോയ്ഡ് ഇൻ എ ബിസിനസ്. ഒരു ബിസിനസ്സിൽ വളരെ ദീർഘകാലത്തേക്ക് വേണ്ടിയിട്ട് ഏത് സോഴ്സ് ആണോ യൂസ് ചെയ്തിരിക്കുന്നത് അതിനെ തന്നെയാണ് അതിൻ്റെ ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഈ ഒരു ക്യാപിറ്റൽ സ്ട്രക്ചർ ഡിസിഷൻ എടുക്കുമ്പോൾ പ്രധാനമായിട്ടും രണ്ട് തരത്തിലുള്ള കാര്യങ്ങളാണ് അതിൽ ഇൻവോൾവ് ആയിരിക്കുന്നത്. ഒന്ന്, ഏത് ടൈപ്പ് ഓഫ് സെക്യൂരിറ്റി ആണ് ഇവിടെ ഇതിനു വേണ്ടി യൂസ് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ ഇഷ്യൂ ചെയ്തിരിക്കുന്നത്. രണ്ട്, ആ ഓരോ ടൈപ്പ് ഓഫ് സെക്യൂരിറ്റിയും എത്ര പ്രൊപ്പോർഷനിലാണ് യൂസ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളാണ് അതിൽ പ്രധാനമായിട്ട് നോക്കേണ്ടത്. ഇനി ഈ ഒരു ക്യാപിറ്റൽ സ്ട്രക്ചറിൻ്റെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് എന്താണല്ലോ. അപ്പോൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ പറയുകയാണെങ്കിൽ നമ്മൾ ക്യാപിറ്റൽ സ്ട്രക്ചർ എന്താണെന്നൊരു ക്വസ്റ്റ്യൻ അവിടെ 3 മാർക്കിന് ചോദിക്കാം. അപ്പോൾ എഴുതേണ്ടത് ഈ ഒരു ഡെഫിനേഷനും ഇതിൻ്റെ ആ ഒരു മീനിങ്ങും അവിടെ എഴുതി വെക്കുക. ഇനി നിങ്ങൾക്ക് 6 മാർക്കിന് ചോദ്യം വരാവുന്നതാണ്, കാരണം ഇവിടെ 7 പോയിന്റ്